ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ 10,000 കാലറി ചാലഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ 10,000 കാലറി ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് ഒരു ദിവസമുണ്ട്. ഏത് ഫുഡ് കഴിച്ച് 10,000 കാലറി കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഇൻസ്റ്റ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. അതിൽ നിന്നായിരിക്കും റാൻഡം ആയിട്ട് ഫുഡ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ഏറ്റവും ആദ്യം തന്നെ ഫസ്റ്റ് കിട്ടിയത് ബൊറീറ്റോ ആണ്. ബൊറീറ്റോ ആണ് ആലപ്പുഴ ഇല്ലതാണ്. ഫസ്റ്റ് ഐറ്റം മേടിക്കാൻ എനിക്ക് പെട്രോൾ അടിച്ച് നേരെ എറണാകുളത്ത് പോകേണ്ടി വന്ന് ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ടാക്കോബെല്ലിന്റെ ഷോപ്പിലെത്തിയത്. ടാക്കോബെല്ലിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ബൊറീറ്റോ ഞാൻ മേടിച്ചത്. അത് ഏകദേശം 660 കാലറി ഉണ്ടായിരുന്നു. ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുതായിട്ട് ഞാൻ ബൊറീറ്റോ ഒന്നും കഴിക്കാറില്ല. പക്ഷേ ഒരു ചപ്പാത്തിക്കകത്ത് കുറച്ച് ചോറും കുറച്ച് സോസും ഉള്ള ടേസ്റ്റ് ആണ് വന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് കഴിക്കാനൊക്കെ രസമായിരുന്നു. കുറച്ച് സോസും കൂടി ഇട്ട് 2-3 ബൈറ്റും കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ബൊറീറ്റോ കംപ്ലീറ്റ് ആയി. പിന്നെ അടുത്ത റാൻഡം ഐറ്റം എനിക്ക് കിട്ടിയത് സവർ ക്രീം ആയിരുന്നു. സവർ ക്രീം ഞാൻ കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് ഐറ്റം ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇത് ഏത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കാർ ഇരുന്നുകൊണ്ട് തന്നെ സവർ ക്രീം ഓർഡർ ചെയ്ത്. ഇത്രയും വലിയ പാക്കറ്റ് ആണെന്ന് നിങ്ങൾക്ക് വിചാരിക്കും വലിയൊരു ഐറ്റം ആണെന്ന്. അത്രയ്ക്കൊന്നും ഇല്ല. ഒരു ചെറിയൊരു കപ്പ് സൈസ് ഐസ്ക്രീം കണക്കേ ഉള്ളൂ. തൈര് കണക്ക് ഇരിക്കുമെങ്കിലും തൈരിന്റെ വലുതായിട്ടൊന്നും ടേസ്റ്റ് ഒന്നും ഇല്ല. ഒരു സംഭാരത്തിന്റെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നല്ല ക്രീമി ആയിട്ട് തിക്കാ. ഓരോ സ്പൂൺ കഴിക്കുമ്പോഴും ഇങ്ങനെ അണ്ണാക്കി ഒട്ടി എന്ന് വെച്ചാൽ നല്ല ക്രീമി ഫീലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരെണ്ണം മേടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ചാലഞ്ചിന് വേണ്ടി ഒരെണ്ണേ പറഞ്ഞിട്ടുള്ള ഒരെണ്ണേ കഴിക്കുന്നുള്ളൂ. അടുത്ത റാൻഡം ഐറ്റം എനിക്ക് കിട്ടിയത് പീനട്ട് ബട്ടർ ആയിരുന്നു. അതും ഞാൻ കാർ ഇരുന്നുകൊണ്ട് തന്നെ ഓർഡർ ചെയ്ത്. ഈ പാക്കറ്റ് ഒക്കെ കാണുമ്പോൾ ഒടുക്കത്തെ വലിയ പീനട്ട് ബട്ടർ ആണെന്ന് തോന്നും. പക്ഷെ അങ്ങനൊന്നും ഇല്ല. ഞാൻ 1/4 കിലോ മാത്രമേ മേടിച്ചുള്ളൂ. പക്ഷേ പീനട്ട് ബട്ടർ തിന്നാൻ മഹാ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 1/4 കിലോ തന്നെ നല്ല ടാസ്ക് ആയിരിക്കും. ഫസ്റ്റ് സ്പൂൺ കോരി എടുക്കാൻ തന്നെ ഒടുക്കത്തെ മെനക്കെട്ട് കേട്ടാ. ജസ്റ്റ് ചവച്ച് ഇറക്കാൻ വേണ്ട പാട്. ദൈവം എന്തൊക്കെ പറഞ്ഞാലും ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും ടാസ്ക് കൂടി എനിക്ക് പീനട്ട് ബട്ടർ ആയിരുന്നു. മെനക്കെട്ട് കുറച്ച് സമയത്താണ് ഞാൻ ഫൈനലി പീനട്ട് ബട്ടറും കംപ്ലീറ്റ് ചെയ്ത്. അടുത്ത റാൻഡം ഐറ്റം എനിക്ക് കിട്ടിയത് 20 പീസ് ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. അതിനുവേണ്ടി ഞാൻ ഡയറക്റ്റ് KFCയിൽ എത്തി. അവിടെ നിന്ന് 20 വിങ്സും ഞാൻ മേടിച്ചു. ഇപ്പോൾ ഞാൻ നല്ല ഫോമിൽ തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. എനിക്ക് വലുതായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ ഇത് കഴിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായത് പോലെ 20 പീസ് എന്നൊക്കെ പറയുന്ന കുറച്ച് ജാസ്തിയാണ്. എന്തായാലും ഞാൻ ഓരോന്ന് ചീമ്പി ആണെങ്കിലും എല്ല് മാത്രം ബാക്കി വെച്ചുകൊണ്ട് കഴിച്ച് തീർത്തോണ്ടിരിക്കുവായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ബോക്സും കാലിയാക്കി. ചാലഞ്ച് സ്റ്റാർട്ട് ആയിട്ട് 6 മണിക്കൂറായിട്ടുള്ളൂ. ഇനിയും കുറേ സമയം ബാക്കിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കിടക്കാമെന്ന് വിചാരിച്ച്. ഫുൾ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ബ്ലോഗ് ചാനൽ വന്നാൽ മതി.